സോ ബേസിക്സ് ഓഫ് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലത്തെ നമ്മൾ എങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മൾ എങ്ങനെ നല്ല സിമ്പിളായിട്ട് പഠിക്കാമെന്ന് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള വഴി എന്താണെന്ന് നോക്കാൻ പോണത്. അതിൽ സ്റ്റഡി ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഇപ്പോൾ സപ്ലൈ ചെയ്തുന്ന ആൾക്കാർ റെഗുലർ ആയിട്ടുള്ള ആൾക്കാർക്കായിട്ടുള്ള നല്ലൊരു സ്റ്റഡി സ്ട്രാറ്റജി എന്താണെന്ന് നമ്മളിവിടെ നോക്കുന്നത്. സോ നമ്മുടെ ബേസിക്കലി ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രണ്ട് സെക്ഷൻ ആയിരിക്കും. ഇലക്ട്രോണിക്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും, ഇലക്ട്രിക്കിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷൻ ബേസിക്കലി അതൊരു തിയറി ഓറിയൻറ്റഡ് പേപ്പർ ആയിരിക്കും. ഇതാണ് കൂടുതൽ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിരിക്കുക. ഫസ്റ്റത്തെ ഒരു 3 മൊഡ്യൂളും പിന്നെ ബാക്കിയുള്ള 3 മൊഡ്യൂളും അങ്ങനെ 2 സെക്ഷൻ ആയിരിക്കും ഉണ്ടാവും. ഫസ്റ്റത്തെ 3 മൊഡ്യൂളിൽ കൂടുതലും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിലത്തെ പ്രോബ്ലം ആണ് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് മറ്റുള്ള തിയറിയാണ്. അപ്പോൾ നമ്മളിതിൽ എന്താ പറയുക എഴുതിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. നമുക്ക് ഞാൻ ഇപ്പോൾ കുറേ ആൾക്കാർ കേട്ടിട്ടുള്ളത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ തിയറി പാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമുക്കിപ്പോൾ പ്രോബ്ലം നമുക്ക് അറിയില്ല അല്ലെങ്കിൽ പഠിക്കാനുള്ള സമയം കിട്ടിയില്ലെന്ന് ചെയ്യുക പക്ഷേ നമുക്ക് തിയറി പാട്ട് അത്യാവശ്യം അറിയാമെങ്കിൽ നമുക്ക് കൂടുതലും നല്ലത് തിയറി പാട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നേരെ മറിച്ച് ഇപ്പോൾ നമുക്ക് സമയമില്ല, തിയറി നമുക്ക് പഠിക്കാനുള്ള സമയമില്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്തായാലും പ്രോബ്ലം പാർട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. പ്രോബ്ലം എല്ലാം അത്യാവശ്യം നോക്കേണ്ടി വരും. അപ്പോൾ ഒരു പിന്നെയും നല്ലത് എന്താണെന്ന് വെച്ചാൽ എന്താ നമ്മുടെ ഇലക്ട്രോണിക്സ് ഭാഗം തിയറി പാർട്ട് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ സ്റ്റഡി പ്ലാൻ ഇത് നമുക്ക് എങ്ങനെയാണ് പഠിച്ചേക്കുക. അപ്പോൾ ഞാൻ പറയുക എന്ന് വെച്ചാൽ പല ആൾക്കാരും പല രീതിയിലൊക്കെ പറയണ്ടാവും. എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കുക, അങ്ങനെ ഇതൊന്നും പഠിക്കുക. അത് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ 2019 സ്കീം എഴുതിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയണത്. ഇത് നമ്മൾ എല്ലാത്തിലും ബേസിക് സംഭവം എന്ന് വെച്ചാൽ ഫിഗറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫിഗർ നമ്മൾ കണ്ടോ അവിടെ മാർക്ക് വീഴും, അതങ്ങനെയാണ്. അപ്പോൾ ഫിഗർ നമ്മൾ അത്യാവശ്യം നോക്കി പോകും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മറ്റേ തിയറി പേപ്പറിലത്തെ പാട്ടിൽ മൊഡ്യൂൾ 4, 5, 6 ആ ഭാഗത്തുള്ള അത്യാവശ്യം ഫിഗറൊക്കെ നമ്മൾ നോക്കി വെച്ച് പോവുക. ഫുള്ള് ഫിഗർ പഠിക്കുക. ഫിഗർ ആദ്യം ഇപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ജസ്റ്റ് എല്ലാ ഫിഗറൊന്ന് വരച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഫിഗറും എല്ലാത്തൊന്നും എല്ലാ ടോപ്പിക്സ് അനുസരിച്ച് നമ്മുടെ സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്സിന് എന്തൊക്കെ ഫിഗർ വരാമെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഭാഗത്ത് നിന്ന് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ പ്രോബ്ലം പേപ്പറാണത്. അപ്പോൾ അത് ആ പ്രോബ്ലംസ് എന്തൊക്കെയാണുള്ളത് എന്ന് പഠിക്കണം. പ്രോബ്ലം നോക്കി. അപ്പോൾ പ്രോബ്ലം പാർട്ട് നമ്മൾ നോക്കി. അപ്പോൾ 2 നമ്മുടെ കയ്യിൽ കിട്ടി. നമ്മൾ ഇപ്പോൾ ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഈ 2 സംഭവം ഉണ്ടായാലും കിട്ടി, അത്യാവശ്യമായി ബേസ് ബിൽഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ 4, 5, 6 എന്നിട്ട് വീണ്ടും നമ്മൾ തിയറി സെക്ഷനിലേക്ക് വന്നിട്ട് മൊഡ്യൂൾ 4, 5, 6 വീണ്ടും പഠിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ആ തിയറി സെക്ഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി കിട്ടി കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ തിയറി സെക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളെങ്ങാനും നമുക്ക് ലാസ്റ്റത്തെ പ്രോബ്ലം ഫസ്റ്റത്തെ 3 മൊഡ്യൂളിലത്തെ പ്രോബ്ലം ഓറിയൻറ്റഡ് പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫിഗറും മുമ്പ് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നമ്മൾ വന്നിട്ടാണ് പിന്നെ ഈ 4, 5, 6 ബാക്കിയുള്ള തിയറി സെക്ഷൻ നോക്കണം. അപ്പം അത്യാവശ്യം പാസ്സാവുള്ളത് ഇത് ഇങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവുള്ളതായി അത്യാവശ്യം വേറെ പിന്നെ വിഷയമില്ലാത്ത കേസ്. പിന്നെ എന്നിട്ട് നമ്മൾ മൊഡ്യൂൾ 1, 2, 3 കംപ്ലീറ്റ് ചെയ്യണം. ചിലപ്പോൾ സമയം ഉണ്ടാവാതിരിക്കും. പിന്നെയാണ് നമ്മൾ മൊഡ്യൂൾ 1, 2, 3 നോക്കാൻ പാടുള്ളൂ. എന്നിട്ട് മൊഡ്യൂൾ 1, 2, 3 പ്രോബ്ലം പാർട്ട് നോക്കുക. പിന്നെ അതിലത്തെ എന്തെങ്കിലും കുറച്ച് വരണം അങ്ങനെ തിയറി പാർട്ട് നോക്കിയിട്ട് പിന്നെ കുറേ RMS വാല്യൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നോക്കുക. പിന്നെ ആ ഭാഗം നോക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ സമയം ഉണ്ടെങ്കിൽ മൊഡ്യൂൾ 4, 5, 6 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഫിഗറും ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ ഒരു പേപ്പറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഫിഗറും ബ്ലോക്ക് ഡയഗ്രാം നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി ബാക്കിയുള്ളത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അറ്റ് ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക ഇപ്പം എല്ലാം കഴിഞ്ഞ് പരീക്ഷ ഹാളിലേക്ക് കയറാനായിട്ട് മുമ്പ് വരെയുള്ള സമയം വരെ നമുക്ക് ടൈമുണ്ട്. ആ ടൈമിലാണ് ഒന്നും പറ്റിയില്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതൽ നോക്കുന്നത്. ഈ 3 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതലും പറയും. ഇപ്പം ആരും പറയാത്തത് എല്ലാവരും വിട്ടുപോകുന്ന ഒരു കേസാണ് ഈ സിലബസിലത്തെ ഈ കോഴ്സ് ഔട്ട്കംസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം. ആ ഭാഗത്തിൽ അത്യാവശ്യം നമ്മുടെ സിലബസിൽ എന്താണ് നമുക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് കോഴ്സ് ഔട്ട്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സാധനമാണ് ഒരു ഏകദേശം 3 മാർക്ക് ക്വസ്റ്റ്യൻ പോലെ. അപ്പം മിക്ക സമയത്തും കേസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പേപ്പർ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് നമ്മൾ സിലബസ് വല്ലതും പിന്നെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുക മിക്ക കോഴ്സ് ഔട്ട്കംസിന്റെ ബേസ് ചെയ്തിട്ടാണ് മിക്കതും വന്നിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അത് തന്നെ വരുന്ന ഉറപ്പല്ല, ജസ്റ്റ് അതൊരു പോസിബിലിറ്റി ആണ്. അപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആ ക്വസ്റ്റ്യൻ്റെ ബേസിൽ ഈ കോഴ്സ് ഔട്ട്കംസിലത്തെ ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ബേസിലാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞതാണ്.
പിന്നെ അടുത്ത് നമുക്ക് പിന്നെ പേപ്പർ പ്രസന്റ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പോയിട്ട് നമ്മുടെ പേപ്പർ പ്രസന്റ് ചെയ്യണം. ഇതില് ഇത് വാലിഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഴുതുന്ന സംഭവം നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതുക. നമുക്കിപ്പോൾ ഒരു എന്താ പറയാ, ഒരിക്കലും നമുക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഈ ഒരു ചെക്കൻ അല്ലെങ്കിൽ ഇവൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ഒരിക്കലും ഫീൽ ചെയ്യരുത്. സോ അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കാൻ തക്ക രീതിയിൽ നിങ്ങൾ ആ പേപ്പർ പ്രസന്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഞാനിപ്പോൾ ആണെങ്കിൽ ഞാനിപ്പം ചെയ്യണത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഈ പേപ്പർ എനിക്ക് കിട്ടിയതാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അത് ഒരു ജസ്റ്റ് മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ഇതിൻ്റെ ഉള്ളിൽ അറ്റൻഡ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് എല്ലാം ആൻസർ ചെയ്ത് വെക്കാന്നല്ല. ആ ഒരു അത്യാവശ്യം ഒരു പേജിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫുൾ പേജ് എടുത്തിട്ടല്ല, അതൊന്നും അങ്ങനെ ചെയ്യല്ലേ. അങ്ങനെ ചെയ്ത ആകെ പോക്കാവും. 3 മാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അത് എന്താ പറയുക, ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് എഴുതി തീർക്കണം. ഇത് കിട്ടാത്ത പോലെ എന്നുണ്ടെങ്കിൽ അവിടെ സ്പേസ് ലീവ് ചെയ്യുക. എന്നിട്ട് അടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്നിട്ട് അടുത്ത ഭാഗം അല്ലെങ്കിൽ പാർട്ട് ബി അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ പാർട്ട് ബി ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ മാക്സിമം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അല്ലെങ്കിൽ നമുക്ക് സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ എഴുതി വയ്ക്കുന്ന കാര്യമാണ് മാക്സിമം നമ്മൾ എഴുതാൻ നോക്കുക. പിന്നെ എന്തെങ്കിലും ഫിഗർ ഒക്കെ ഉണ്ടെങ്കിൽ ഫിഗർ ഉൾപ്പെടുത്തി എഴുതാൻ നോക്കുക. ഇനി ഫിഗർ നമുക്ക് ഉറപ്പില്ല തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കൊണ്ടുപോയി എഴുതരുത്. അത് എന്താ പറയുക, അത് ചെയ്യരുത്. പിന്നുള്ളത് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ക്വസ്റ്റ്യൻ കൂടി ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്യാൻ സെൻസ് എല്ലാം പെട്ടെന്ന് എഴുതി വയ്ക്കാന്നല്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക അതിനെക്കുറിച്ചല്ലോ. ഒന്നുമില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ അതേപോലെ എഴുതി വെച്ചാൽ സീനില്ല. അപ്പം എങ്ങാലും തെറ്റുപോയാൽ ആ മാർക്ക് നമ്മുടെ അവിടെ വീഴും. അതാണ് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് ഞാൻ പറയുന്നത് സിലബസ് പ്ലാനിങ് ആണ്. സിലബസ് പ്ലാനിങ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആദ്യം നോക്കുക. ആദ്യം മിക്കതും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കിയിട്ട് പിന്നെ വേണം ബാക്കിയുള്ള സിലബസ് ഒക്കെ വലിച്ചു വാരി പഠിക്കാം. വലിച്ചു വാരി പഠിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുള്ള് വലിച്ചു വാരി പഠിക്കാൻ എന്നിട്ടൊരു കാര്യമില്ല. നമ്മൾ ടോപ്പിക്സ് മെയിനായിട്ട് നോക്കുക. പിന്നെ ഇതിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ടാവും ഇതിൽ പകുതി മുട്ടിൽ പഠിച്ചാൽ മതി, പകുതി മുട്ടിൽ പഠിച്ചാൽ. അങ്ങനെ ചെയ്തു പോയാൽ മൂഞ്ചും ഉള്ള കേസാണ്. നല്ല അസലും മൂഞ്ചി കിട്ടും. എല്ലാ മൊഡ്യൂളും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, അത്ര തന്നെ. വേറെ ഒന്നുമില്ല വേറെ വിഷയമൊന്നുമില്ല. സോ ഇതാണ് ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എങ്ങനെയാണ് ഇത് പാസ്സാവുന്നത്. സംഭവം ഇത് പാസ്സാവാൻ പറ്റും. അപ്പോൾ സപ്ലൈ ഉള്ളവരായാലും സീനില്ല, നമുക്കിത് വിഷയമില്ല. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ. സോ ഇനി ഇതിപ്പോൾ മാക്സിമം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വല്ലതും നോക്കണമെന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. അത്ര തന്നെ.